വരുന്ന ആഴ്ച കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. പ്രധാനമായും അടുത്ത ആഴ്ച ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് വരുന്ന സ്റ്റോക്കുകളെയാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ്, വരുൺ ബിവറേജ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് അടുത്ത ആഴ്ചയാണ് വരുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് MSTC. ഇന്ത്യ ഗവൺമെൻറ്റിന് കീഴിലുള്ള, പ്രത്യേകിച്ചും സ്റ്റീൽ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു PSU സെക്ടറിലെ കമ്പനിയാണ് MSTC. MSTC കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.57% ഉയർന്ന് 509 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയിരുന്നു. ഒരു വർഷത്തിനിടയിൽ സ്റ്റോക്ക് 38% റിട്ടേണും എയർടെൽ ഡേറ്റിൽ 24% റിട്ടേണുമാണ് നൽകിയത്. MSTC 2024-25 ഫിനാൻഷ്യൽ ഇയറിലേക്ക് ₹4.50 പെർ ഷെയർ എന്ന റേറ്റിൽ ഫൈനൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫൈനൽ ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഏപ്രിൽ 2-ാം തീയതിയും എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ഏപ്രിൽ 1-ാം തീയതിയുമാണ്. എക്സ് ഡിവിഡൻഡ് ഡേറ്റിന് അടുത്തോ അല്ലെങ്കിൽ അതിന് മുൻപെയോ സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തവർക്കായിരിക്കും സ്റ്റോക്കിൽ നിന്നും ഡിവിഡൻഡ് ലഭിക്കുക. രണ്ടാമത്തേത് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ₹1 പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രീം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻട്രീം ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഏപ്രിൽ 2-ാം തീയതിയാണ്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1.41% ഉയർന്ന് 303 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 16%, എയർടെൽ ഡേറ്റിൽ 25% സ്റ്റോക്ക് ഇടിഞ്ഞു. മൂന്നാമത്തേത് യുണൈറ്റഡ് സ്പിരിറ്റ്സ്. യുണൈറ്റഡ് സ്പിരിറ്റ്സ് ₹4 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഏപ്രിൽ 3-ാം തീയതിയാണ്. യുണൈറ്റഡ് സ്പിരിറ്റ്സിൻ്റെ ഷെയർ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1400 രൂപയ്ക്ക് മുകളിലായി ക്ലോസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ 12 മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ സ്റ്റോക്ക് 23% റിട്ടേണും എയർടെൽ ഡേറ്റിൽ 13.79% ഇടിയുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് വരുൺ ബിവറേജ് ലിമിറ്റഡ്. വരുൺ ബിവറേജ് ലിമിറ്റഡ് US പുറത്തുള്ള പെപ്സിക്കോയുടെ ഏറ്റവും വലിയ ബോട്ടിലർ കമ്പനിയാണ്. 2024-25 വർഷത്തിലേക്ക് കമ്പനി 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രീം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻട്രീം ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഏപ്രിൽ 4-ാം തീയതിയാണ്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.70% ഉയർന്ന് 540 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സ്റ്റോക്ക് 3.5% റിട്ടേണും എയർടെൽ ഡേറ്റിൽ 15.4% റിട്ടേണുമാണ് നൽകിയിരിക്കുന്നത്. കോർപ്പറേറ്റ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റോക്ക് BSE ഇന്ന് 2:1 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപനം നടത്തി. BSEയുടെ ഓരോ ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്കും 2 ഷെയറുകളായിരിക്കും ബോണസായി നൽകുക. മാർച്ച് 30-ാം തീയതിയായിരുന്നു കമ്പനി അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചത്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിലാണ് ₹2 ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡറിനും കമ്പനി 2 ഷെയറുകൾ ബോണസായി നൽകാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ BSE 16%-ഓളം ഉയരുകയും 5438-നടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കൂടാതെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 5392% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. കഴിഞ്ഞ 6 മാസം കൊണ്ട് സ്റ്റോക്ക് 47.5% റിട്ടേൺ നൽകുകയും ചെയ്തു. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 6133. സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്നും ഇപ്പോഴും ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.